എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 59 കോവളം FC നേരിടുന്നു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ. ഇന്നത്തെ ഈ കോവളം FCയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇരു ടീമുകൾക്കും വിജയിക്കാൻ സാധിച്ചില്ല. ഗിഫ്റ്റി ഗ്രേഷ്യസ് ശ്രീരാജ് ആൻഡ് ബ്യൂട്ടിഫുൾ സേവ് ആൻഡ് റീബൗണ്ട് ബോൾ. ഗോൾ നമ്പർ 1 KSEB വൈശാഖിലൂടെ നേടുന്നു. നമുക്ക് കാണാൻ സാധിച്ചത് മത്സരത്തിൻ്റെ 8ാമത്തെ മിനിറ്റിൽ ശ്രീരാജാണ് ഒരു പവർഫുൾ ഷോട്ട് എടുത്ത് പെനാൾട്ടി ആർക്കിനുള്ളിൽ നിന്നുകൊണ്ട് അത് സേവ് ചെയ്തെങ്കിലും റീബൗണ്ട് ബോൾ പോസ്റ്റിലേക്ക് അടിക്കുകയായിരുന്നു. അവിടെ വൈശാഖ് സുകുമാരൻ അവിടുന്ന് നിജോയിലേക്ക്. സോ ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. എവിടെ നിന്നാണ് പാസുകളൊക്കെ വരുന്നത്? വീണ്ടും പെനാൾട്ടി ഏരിയക്കുള്ളിൽ നിജോ ഗിൽബർട്ട്. നിജോ ആൻഡ് ഗോൾ നമ്പർ 2 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് വേണ്ടി വൈശാഖ് സുകുമാരൻ അടിക്കുന്നു 2ാമത്തെ ഗോൾ. നിജോ ഗിൽബർട്ടിൻ്റെ ഒരു സൂപ്പർ അസിസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സപ്ലൈ എവിടെ നിന്നാണ് വരുന്നത്? ആ ബാക്ക് 4-ൽ നിന്നുമാണ് സപ്ലൈ വരുന്നതെന്ന കാര്യം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് നൽകുന്നുണ്ട്. സോ മടങ്ങി വരാം. വീണ്ടും കോവളം FCയുടെ മുന്നേറ്റം. കോവളം FC ആൻഡ് ഗോൾ നമ്പർ 1. കോവളം FC ഒരു തകർപ്പൻ ഗോളിലൂടെ ഗെയിം ഓൺ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. 25ാമത്തെ മിനിറ്റിൽ തിരിച്ചടിക്കുകയാണ് കോവളം FC. എന്തായിരുന്നാലും ബ്യൂട്ടിഫുൾ ഗോളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജേഴ്സി നമ്പർ 11 ഷാഹിറിലൂടെ ഫ്രീ കിക്ക്, കർവിംഗ് ഫ്രീ കിക്കായി മാറ്റുകയാണ്. ആൻഡ് ഷൈൻ ഖാൻ 1ാം പകുതിയുടെ വിസിൽ വന്നിരിക്കുന്നു. അൻഫാസിൻ്റെ പാരൽ ബോൾ വരികയാണ്. അഡ്വാൻറ്റേജ് ബോളാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ശ്രീരാജ് അടിക്കുന്നു 3ാമത്തെ ഗോൾ KSEBക്ക് വേണ്ടി. പന്ത് പിടിച്ചെടുത്തുകൊണ്ട് വേഗം തന്നെ ഒട്ടും സമയം കളയാതെ തന്നെ ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് നല്ലൊരു ഷോട്ട് എടുത്തുകൊണ്ട് ക്രോസ് കൊടുക്കാനുള്ള ശ്രമം ആൻഡ് ഗോൾ കണ്ടെത്താനുള്ള ശ്രമം. ബ്യൂട്ടിഫുൾ നല്ലൊരു സേവ് അവിടെ നടത്തിയിട്ടുണ്ട് മുനീഷ്. ആൻഡ് ബെനിസ്റ്റൻ്റെ ഓവർ ഹെഡ് ബോൾ വരികയാണ് വൈഷ്ണവിലേക്ക്. ആൻഡ് ബ്യൂട്ടിഫുൾ. ജേഴ്സി നമ്പർ 33 ഫ്രാൻസിസ് എടുക്കുന്ന ഫ്രീ കിക്ക്. മുനീഷിൻ്റെ നല്ലൊരു 1ാം തരം സേവ്. ഇവിടെ ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. 1-നെതിരെ 3 ഗോളുകൾക്ക് KSEBക്ക് വിജയിക്കാൻ കഴിയുന്നു കോവളം FCക്കെതിരെ. ആൻഡ് ഫുൾ ടൈം സ്കോർ കോവളം FC 1 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 3.